A venturimeter is preferred to an orifice plate because എന്തുകൊണ്ടാണ് വെഞ്ചുറിമീറ്റർ ഒറിഫീസിനെക്കാളും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെഞ്ചുറിമീറ്റർ ഒറിഫീസ് മീറ്റർ എന്താണ് എന്നുള്ള മനസ്സിലാക്കുക. ഇത് വെഞ്ചുറിമീറ്റർ ആണ്, ഇത് ഒറിഫൈസ് മീറ്റർ ആണ്. ഇത് രണ്ടിന്റെ ഉപയോഗം എന്താണ്? രണ്ടും ഒരു ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ വെഞ്ചുറിമീറ്റർ കണ്ടോ, ഇതിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു കൺവെർജന്റ് കോൺ ഉണ്ട്, ഒരു ത്രോട്ട് ഉണ്ട്, ഒരു ഡൈവേർജിങ് കോൺ ഉണ്ട് അല്ലെ. ഒറിഫീസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പൈപ്പിനകത്ത് വെറുതെ ഒരു പ്ലേറ്റിൽ ഒരു ഹോൾ ഇട്ടാൽ അതെന്താണ്, അതായത് ഒരു പ്ലേറ്റിൽ ഒരു ഹോൾ ഇട്ടിട്ട് പൈപ്പിന്റെ ഇടയ്ക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്തായി? ഒറിഫൈസ് മീറ്റർ ആയി. അപ്പൊ നമ്മള് കൺസ്ട്രക്ഷനും കോസ്റ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒറിഫീസ് മീറ്റർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ വെഞ്ചുറിമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ പൈപ്പിലായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ. അത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു കൺവെർജന്റ്, നമ്മൾ ആ പടത്തിൽ തന്നെ ഉണ്ട്, കൺവെർജന്റ് കോണും ഡൈവർജന്റ് കോണും ത്രോട്ടും എല്ലാം ഉണ്ട്. അത്യാവശ്യം വലിയ പൈപ്പിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അവിടെ പ്രഷർ ലോസും എനർജി ലോസും ഒക്കെ കുറവാണ്, പക്ഷെ അതിന്റെ കോസ്റ്റ് എന്താണ്? കൂടുതലാണ്. അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. വെഞ്ചുറിമീറ്റർ എനർജി ലോസ് കുറവായതുകൊണ്ട് തന്നെ വെഞ്ചുറിമീറ്ററിൽ എന്തായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കൂടുതലായിരിക്കും. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ? ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. അപ്പൊ നമ്മൾ തിയറട്ടിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ ഡിസ്ചാർജിനടുത്ത് തന്നെ ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടുന്നുണ്ട് എങ്കിലാ എന്തായിരിക്കും? അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മൾ വെഞ്ചുറിമീറ്ററും ഒറിഫീസ് മീറ്ററും ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതിനായിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കൂടുതൽ? വെഞ്ചുറിമീറ്ററിനായിരിക്കും. നമ്മുടെ വെഞ്ചുറിമീറ്ററിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച് നിങ്ങളൊന്ന് നോക്കുക. 0.95 to 0.99 ആയിരിക്കും. എന്നാൽ ഒറിഫൈസിന്റെ നോക്കിയാലോ, ഒറിഫൈസ് മീറ്ററിന്റെ നോക്കിയാലോ 0.62 to 0.65 ഒക്കെ കാണുള്ളൂ. അപ്പൊ എന്തായാലും അവിടുന്ന് നമുക്ക് മനസ്സിലായി അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്തായിരിക്കും? വെഞ്ചുറിമീറ്ററിന് കൂടുതലും ഒറിഫീസ് മീറ്ററിന് കുറവുമാണ്. ദെൻ ലോസസ് വെഞ്ചുറിമീറ്ററിന് കുറവും ഒറിഫീസ് മീറ്ററിന് കൂടുതലുമാണ് അല്ലെ. പിന്നെ എക്സ്പെൻസീവ് ഏതാണ്? വെഞ്ചുറിമീറ്റർ ആണ്. ഒറിഫീസ് മീറ്റർ കോസ്റ്റ് കുറവാണ് അല്ലെ. പിന്നെ സ്പേസ് കൂടുതൽ ഏതിനാ വേണ്ട? വെഞ്ചുറിമീറ്ററിനാ. കാര്യം കൺവെർജിങ് ഡൈവർജന്റ് കോൺ ഒക്കെ ഉണ്ട്. യൂസ്ഡ് ഇൻ ലാർജ് പൈപ്പ് ഏതാണ്? വെഞ്ചുറിമീറ്റർ. മറ്റേത് സ്മാൾ പൈപ്പിലും യൂസ് ചെയ്യാം. അപ്പൊ ചീപ്പർ ആണോ? അല്ല. ഈസി ടു ഇൻസ്റ്റാൾ ആണോ? അല്ല. വെരി ഹൈ ലൈഫ്. രണ്ടിന്റെ ലൈഫിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ? എനർജി ലോസ് ഈസ് ലെസ് എന്നുള്ളതാണ്.